ശ്രീ രാജു എബ്രഹാമിന്റെ ബഹ്റൈൻ സന്ദർശനത്തിലേക്കാണ് അറ്റ്ലാന്റ ജ്വല്ലറിയുടെ റിസ്കാൻ ആദ്യം കടന്നു ചെല്ലുന്നത്. തീർച്ചയായിട്ടും ബർട്രാൻഡ് റസ്സലിന്റെ ഒരു മഹത്തായ വചനമുണ്ട്. ഒരു വ്യക്തിക്ക് ലൗകികതയുള്ള താല്പര്യം ഒരു വയസ്സ് ഒരു പരിധിവരെ കഴിഞ്ഞാൽ 60 വയസ്സൊക്കെയാണ്. അധികാരത്തിനുള്ള താല്പര്യം മരിക്കുന്നതിന്റെ തലേ സെക്കൻഡ് വരെ ഉണ്ടാവും. 2 പ്രാവശ്യം MLA ആയി എന്നുകൊണ്ട് അധികാരം എങ്ങനെ സുഖകരമായ ഒരു അനുഭവമാണ്? ഒരിക്കലും ഞാൻ ഇത്തവണ മത്സരിക്കണം എന്ന് ആഗ്രഹിച്ച ആളെയല്ല. കാരണം 2 തവണ വന്നു കഴിയുമ്പോൾ 3-ാം തവണ എനിക്ക് ചാൻസ് കിട്ടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ മത്സരിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മത്സരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നടന്നില്ലെങ്കിൽ നിരാശയുണ്ടാവും. അങ്ങനെ ഒരു നിരാശയ്ക്ക് ഞാൻ എന്തായാലും താല്പര്യം കാണിക്കുന്നില്ല. രണ്ടിനും 2 പോളിസിയാണ്. പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പൊ UDF നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നാൽ സ്വാഗതം ചെയ്യും. ഇപ്പം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വന്നപ്പോൾ നമ്മൾ സ്വാഗതം ചെയ്തതാണ്. പക്ഷെ കാര്യമൊന്നും നടന്നില്ല. അത് ഗവൺമെന്റ് കാര്യത്തിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ എതിർത്തുകൊണ്ടല്ല. നമ്മളതിനെ സ്വാഗതം ചെയ്തതാണ്. ഇപ്പൊ സ്മാർട്ട് സിറ്റി നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻഫോ പാർക്ക് വിൽക്കാൻ പാടില്ല, അതിനെ നമ്മൾ എതിർക്കുന്നുണ്ട്, ചില കണ്ടീഷൻസിനെ. നല്ല കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യും. ബഹ്റൈൻ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് വിവരിക്കാം. ഞാൻ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും മിക്കവാറും ഞങ്ങളുടെ ആളുകൾ ക്ഷണിക്കാറുണ്ട്, പോകാറുണ്ട്. വിവിധ പരിപാടികൾ, ഒന്ന് കോളേജ് അലൂമിയുടെ വാർഷികങ്ങൾ, പിന്നെ മറ്റ് പ്രാദേശികമായ പ്രശ്നങ്ങൾ. ഇവിടെ റാന്നി സെന്റ് തോമസ് കോളേജ് അലൂമിയുടെ വാർഷികം അതിന്റെ തുടക്കമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ റോസ് എന്ന് പറയുന്ന സംഘടനയുണ്ട്. പ്രധാനമായിട്ടും ഇത്തരം സന്ദർശനങ്ങൾ നടത്തുന്നത് കൊണ്ട് ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഇടപെടാൻ കഴിയുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ കുവൈറ്റിൽ മലയാളികൾക്ക് നേരെ ഏറ്റവും നടന്ന ആക്രമണം നടന്നപ്പോൾ അവരെന്നെയാണ് വിളിച്ചു പറഞ്ഞത്. ഞാൻ MP വഴി അന്ന് എസ്എൻസിന്റെ വിദേശകാര്യമന്ത്രി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നേരിട്ട്, അപ്പം ആ പ്രശ്നം ഉണ്ടായ സ്ഥലത്ത് ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ തന്നെ അനുവദിപ്പിക്കാൻ ഞങ്ങൾക്ക് ആ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ബഹ്റൈൻ, ഇവിടെ ഞാൻ ക്യാമ്പുകളൊക്കെ സന്ദർശിച്ചപ്പം ബജറ്റ് എയർവേസിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടില്ല. അപ്പൊ ഒരു മുഖ്യ പ്രശ്നമായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളത് ഗവൺമെന്റ് ശ്രദ്ധയിൽ തീർച്ചയായിട്ടും അത് പെടുത്തും. കേന്ദ്ര ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽ. കപ്പൽ സർവീസ് നിർത്തിവെച്ചപ്പോൾ ആ വിഷയം നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് ഞാനാണ്. വീണ്ടും കപ്പൽ സർവീസ് ആരംഭിക്കണോ എന്നുള്ള വിഷയം ഉന്നയിച്ചത് ഞാനാണ്. കാരണം ഇങ്ങനെയുള്ള സന്ദർശനത്തിൽ വെച്ച് എനിക്ക് വന്ന ഇന്ററാക്ഷനിൽ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അവതരിപ്പിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ വരുമാനം, ശമ്പളം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ 5000 രൂപയ്ക്കെങ്കിലും നാട്ടിൽ പോകാൻ കഴിയുന്നൊരവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ടാവണം. ബജറ്റ് എയർവേസ്, ആ ബജറ്റ് എയർവേസിന്റെ ഒരു സർവീസ് ഇവിടെ നിന്ന് ആരംഭിക്കണം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നത്. കാരണം 80% ആളുകൾക്കും എപ്പോഴും നാട്ടിൽ ഇപ്പോഴത്തെ വിമാന ടിക്കറ്റിന്റെ നിരക്കിൽ പോയി വരാൻ കഴിയുന്നവരല്ല. 20% പേർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. 80% ആളുകളും ആഗ്രഹിക്കുന്ന ആ പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തുക, കേന്ദ്ര ഗവൺമെന്റിനെ ഇടപെടിക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തീർച്ചയായിട്ടും ചെയ്യും എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്.